അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പുതിയ കാലത്ത് ഈ വെള്ളവസ്ത്രം ധരിച്ച മുസ്ലിങ്ങളായ ഉസ്താദുമാർ അനുഭവിക്കുന്ന വലിയൊരു പ്രയാസമാണ്. പലപ്പോഴും പാർശ്വവൽക്കരിച്ചുകൊണ്ട് ചില സൂചനാപദങ്ങൾ ഉപയോഗിച്ച് ആക്ഷേപിക്കപ്പെടും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാക്കാണ് മദ്രസ പൊട്ടന്മാർ. ആ ഒരു വാക്ക് പലരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഈ മദ്രസകളിലും അതേപോലെ തന്നെ ദർസുകളിലൊക്കെ പഠിച്ച് ഉസ്താദുമാരായിട്ടുള്ള ആളുകൾ, വെള്ളവസ്ത്രം ധരിക്കുന്ന ആളുകളൊന്നും പുരോഗമനപരമായി ചിന്തിക്കാത്ത ആളുകളാണ്, യാഥാസ്ഥിക ചിന്താഗതിക്കാർ മാത്രമാണ്. അവർക്ക് ഭൗതികപരമായിട്ടൊരു വിദ്യാഭ്യാസവും ഇല്ല എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും നേരിടേണ്ടി വരാറുണ്ട്. ഇവിടെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലുള്ള അറബി കോളേജുകളിലൊക്കെയും അതുപോലെ തന്നെ ദർസ് സംവിധാനങ്ങളിലൊക്കെയും ഏറ്റവും കൂടുതലായി മതപരമായ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസത്തിനും വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരുപാട് ക്വാളിഫിക്കേഷൻസ് അവർ അച്ചീവ് ചെയ്യുന്നുമുണ്ട്. പക്ഷേ ആ ക്വാളിഫിക്കേഷനിലൂടെ ഉള്ള ഒരു തൊഴിലിട സാധ്യതയിലേക്ക്, അല്ലെങ്കിൽ ഒരു തൊഴിൽ സാധ്യതയിലേക്ക് അവർ ആലോചിക്കാത്തത്, ഈ വേഷവിധാനത്തിൽ ഒതുങ്ങി ലഭിക്കുന്ന ജോലിയിൽ അവർ ആനന്ദിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു വല്ലാത്ത സന്തോഷമുണ്ട്, ഒരു മനോഹാരിതയുണ്ട്. അത് ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഈ ലോകത്ത് ഈ തരത്തിലുള്ള വേഷം ധരിച്ചുകൊണ്ട് നന്മയുടെ വാതായനങ്ങൾ തുറന്നു വെച്ചുകൊണ്ട് ആളുകളെ ഹൃദ്യമായ നന്മയുടെ പരിമളം വിതറാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വല്ലാത്തൊരു സന്തോഷവും അവർ അനുഭവിക്കുന്നുണ്ട്. സാമ്പത്തികമായി ചിലപ്പോൾ വലിയ നേട്ടങ്ങൾ നേടിക്കൊള്ളണം എന്നില്ല. സാമ്പത്തികമായി വലിയ പരാജയമുണ്ടാവാം, വലിയ ഞെരുക്കങ്ങളിലൂടെ ജീവിക്കേണ്ടി വരാം. പക്ഷേ ആ ഞെരുക്കങ്ങളിലും ഒരു ആനന്ദം കണ്ടെത്താൻ ഇത്തരത്തിലുള്ള ഈ മദ്രസ പൊട്ടന്മാർ എന്ന് ഇവരെ അഭിസംബോധന ചെയ്യുന്ന ഉസ്താദുമാർക്ക്, അല്ലെങ്കിൽ മദ്രസയിലൂടെ പഠിച്ചുകൊണ്ട് വിദ്യാസമ്പന്നരായ ആളുകൾക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു സംവിധാനത്തെ വെറുക്കുന്ന പുതിയ കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് സംഘികളാണ്. ഈ ഒരു സംവിധാനത്തെ അവർ നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ പണിയാൻ കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മലപ്പുറം ജില്ലയിൽ മാത്രം എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ ഒരു കേന്ദ്രീകൃതമായ സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ നടക്കുന്നുണ്ട്. അതുപോലെ കേരളത്തിൻ്റെ മറ്റു പല ജില്ലകൾ, കോഴിക്കോട്, അതേപോലെ കണ്ണൂർ, കാസർഗോഡ്, ഈ മലബാർ ഏരിയയിൽ തന്നെ നിരവധി സ്ഥാപനങ്ങൾ, മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ സന്തോഷത്തോടുകൂടി ഈ വേഷത്തെ ആക്സെപ്റ്റ് ചെയ്യാണ്. നിങ്ങൾ 1000 കുതിരശക്തിയോടുകൂടെ പരിഹസിച്ചാലും, 1000 കുതിരശക്തിയോടുകൂടെ കളിയാക്കിയാലും, ആ കളിയാക്കലും പരിഹാസവും പൂമാലയായി സ്വീകരിച്ചുകൊണ്ട് ഈ വിശുദ്ധമായ പരിശുദ്ധമായ ഇൽമിൻ്റെ പരിമളം പരത്തുന്ന സൗന്ദര്യത്തെ ആനന്ദത്തോടുകൂടെ സ്വീകരിക്കാൻ ഒരു തലമുറ ഇവിടെയുണ്ട്. അതിനിയും നിർബാധം തുടരുക തന്നെ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.